എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണ പാരായണത്തിൻ്റെ 30-ാം ദിവസമായ ഇന്ന് യുദ്ധകാണ്ഡത്തിലെ തൃതീയ സർഗമാണ് പാരായണം ചെയ്യുന്നത്. വിഭീഷണന്റെ ശരണാഗതി, സേതുബന്ധനം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. യുദ്ധകാണ്ഡം തൃതീയ സർഗം. വിഭീഷണന്റെ ശരണാഗതി, സേതുബന്ധനം. ശ്രീ മഹാദേവ ഉവാച വിഭീഷണോ മഹാഭാഗച്ചതുർഭിർമന്ത്രിഭിः സഹ ആഗത്യ ഗഗനേ രാമ സമ്മുഖേ സമവസ്ഥിത. മഹാദേവൻ ദേവിയോട് പറഞ്ഞു, മഹാശയനായ വിഭീഷണൻ 4 മന്ത്രിമാരോടൊപ്പം രാമന് അഭിമുഖമായി ആകാശത്തിൽ നിലകൊണ്ടു. ഉച്ചൈരുവാച ഭോ സ്വാമിൻ രാമരാജീവലോചന രാവണസ്യാനുജോഹം തേ ദാരഹർത്തുർവിഭീഷണ നാമ്നാ ഭ്രാത്രാ നിരസ്തോഹം ത്വാമേവ ശരണം ഗത ഹിതമുക്തം മയാ ദേവ തസ്യജാവിദിതാത്മന. ഉച്ചത്തിൽ വിഭീഷണൻ വിളിച്ചു പറഞ്ഞു, അല്ലയോ ചിന്താമരാക്ഷനായ രാമ, അവിടുത്തെ ഭാര്യാചോരനായ രാവണന്റെ അനുജനാണ് ഞാൻ. പേര് വിഭീഷണൻ. സഹോദരനാൽ പുറന്തള്ളപ്പെട്ട ഞാൻ അങ്ങേ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അല്ലയോ ഭഗവൻ, അറിവില്ലാത്ത അവന് ഞാൻ ഹിതം ഉപദേശിക്കുകയുണ്ടായി. സീതാം രാമായ വൈദേഹിം പ്രേഷയേതി പുനഃ പുനഃ ഉക്തോപി ന ശൃണോത്യേവ കാലപാശവശങ്കത. വിദേഹപുത്രിയായ സീതയെ രാമന് കൊടുക്കൂ എന്ന് പലകുറി ഉപദേശിച്ചിട്ടും കാലപാശത്തിൽ കുരുങ്ങിയ അവൻ അതൊന്നും കേൾക്കുന്നതേയില്ല. ഹന്തും മാം ഗഡ്ഗമാദായ പ്രാദ്രവദ്രാക്ഷസാദമ തതോ അചിരേണ സചിവൈശ്ചതുർഭിഃ സഹിതോ ഭയാത് ത്വാമേവ ഭവമോക്ഷായ മുമുക്ഷുശരണം ഗത. വിഭീഷണവച ശ്രുത്വാ സുഗ്രീവോ വാക്യം അബ്രവീത്. ആ രാക്ഷസാദമൻ എന്നെ കൊല്ലാൻ വാളുമേന്തി ഓടി വന്നു. മോക്ഷേച്ഛുവായ ഞാൻ ഭവമോചനത്തിനായി 4 മന്ത്രിമാരെയും കൂട്ടി അങ്ങേ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നു. വിഭീഷണന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ പറഞ്ഞു, വിശ്വാസാർഹോനതേ രാമമായാവീ രാക്ഷസാദമ സീതാഹർത്തൃവിശേഷേണ രാവണസ്യാനുജോബലി മന്ത്രിഭിഃ സായുധൈരസ്മാൻ വിവരേ നിഹനിഷ്യതി തദാജ്ഞാപയ മേ ദേവ വാനരൈർഹന്യതാമയം. അല്ലയോ രാമ, മായാവിയായി രാക്ഷസാദമൻ അങ്ങയ്ക്ക് വിശ്വസനീയനല്ല. വിശിഷ്യ സീതയെ കവർന്ന രാവണന്റെ പ്രബലനായ അനുജനാണ് ഇവൻ. സായുധരായ മന്ത്രിമാരുമൊത്ത് തരം വരുമ്പോൾ നമ്മെ കൊല്ലും. ആകയാൽ ദേവ, എനിക്ക് അനുമതി നൽകൂ. വാനരാൽ ഇവൻ വധിക്കപ്പെടട്ടെ. മമൈവം ബാധിതേ രാമ ബുദ്ധ്യാ കിം നിശ്ചിതം വദ ശ്രുത്വാ സുഗ്രീവവചനം രാമ സസ്മിതം അബ്രവീത്. അല്ലയോ രാമ,
എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. അവിടുത്തെ ബുദ്ധിയിൽ എന്താണ് നിശ്ചയിച്ചതെന്ന് അരുളിയാലും. സുഗ്രീവന്റെ വചനം കേട്ട് രാമൻ പുഞ്ചിരി തൂകി പറഞ്ഞു: യദീച്ഛാമി കവിശ്രേഷ്ഠലോകാൻ സർവാൻ സഹേശ്വരാൻ നിമിഷാർദ്ധേന സംഹന്യാം സൃജാമി നിമിഷാർദ്ധത അതോ മയാ ഭയം ദത്തം ശീഘ്രമാനയ രാക്ഷസം. അല്ലയോ കവിവര, വേണമെന്ന് വെച്ചാൽ സർവ്വലോകങ്ങളെയും അവയുടെ നാഥന്മാരോടൊപ്പം അരനിമിഷത്തിനകം ഞാൻ സംഹരിക്കും, അരക്ഷണത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും. തന്മൂലമാണ് ഞാൻ അവന് അഭയമരുളിയത്. രാക്ഷസനെ ഉടൻ കൂട്ടിക്കൊണ്ടുവന്നോളൂ. സകൃദേവ പ്രപന്നായ തവാസ്മീതി ജയാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ്വ്രതം മമ. രാമസ്യ വചനം ശ്രുത്വാ സുഗ്രീവോ ഹൃഷ്ടമാനസഃ വിഭീഷണമധാനായ ദർശയാമാസ രാഘവം. ഒരു കുറിയെങ്കിലും ശരണം പ്രാപിച്ച് ഞാൻ അങ്ങയുടെ ദാസനാണ് എന്ന് പറഞ്ഞ് അഭയമിരിക്കുന്നവന് സകല പ്രാണികളിൽ നിന്നും അഭയമരുളുക തന്നെ ചെയ്യും. ഇത് എൻ്റെ ജീവിതവ്രതമാണ്. രാമൻ്റെ വാക്കുകൾ കേട്ട് പ്രസന്നചിത്തനായ സുഗ്രീവൻ വിഭീഷണനെ കൊണ്ടുവന്ന് രാമൻ്റെ മുമ്പിലാക്കി. വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണിപത്യ രഘൂത്തമം ഹർഷഗദ്ഗതയാ വാചാ ഭക്ത്യാ ച പരയാണ്ണിത രാമം ശ്യാമം വിശാലാക്ഷം പ്രസന്നമുഖപങ്കജം ധനുർബാണധരം ശാന്തം ലക്ഷ്മണേന സമന്വിതം കൃതാഞ്ജലിപുടോ ഭൂത്വാ സ്തോതും സംവചക്രമേ. കാർമേഘവർണ്ണനും വിശാലാക്ഷനും പ്രസന്നമായ മുഖാരവിന്ദമുള്ളവനും ലക്ഷ്മണസമേതനും രഘുവരനുമായ രാമനെ സാഷ്ടാംഗം പ്രണമിച്ച് പരമമായ ഭക്തിയോടെ കൈകൂപ്പിത്തൊഴുത് ഹർഷം കൊണ്ട് ഇടറിയ വാക്കാൽ വിഭീഷണൻ സ്തുതിച്ചു തുടങ്ങി. വിഭീഷണ ഉവാച: നമസ്തേ രാമരാജേന്ദ്ര നമസ്സീതാമനോരമ നമസ്തേ ചണ്ഡകോദണ്ഡ നമസ്തേ ഭക്തവത്സല നമോ അനന്തായ ശാന്തായ രാമായ അമിത തേജസേ സുഗ്രീവമിത്രായ ജതേ രഘൂണാം പതയേ നമഃ. ജഗതുത്പത്തിനാശാനാം കാരണായ മഹാത്മനെ ത്രൈലോക്യഗുരവേ അനാദിഗൃഹസ്ഥായ നമോ നമഃ. ത്വം ആദിർജഗതാം രാമ ത്വം ഏവ സ്ഥിതികാരണം ത്വമന്തേ നിധനസ്ഥാനം സ്വേച്ഛാചാരസ്ത്വമേവ ഹി ചരാചരാണാം ഭൂതാനാം ബഹിരന്തശ്ച രാഘവ വ്യാപ്യവ്യാപകരൂപേണ ഭവാൻ ഭാതി ജഗന്മയ ത്വന്മായയാ ഹൃതജ്ഞാനാ നഷ്ടാത്മാനോ വിജേതസ യഥാഗതം പ്രപദ്യന്തെ പാപപുണ്യവശാത് സദ് താവത് സത്യം ജഗദ്ഭാതി ശുക്തികാരജതം യഥാ യാവന്നജ്ഞായതേ ജ്ഞാനം ചേതസാ അനന്യഗാമിനാ ത്വദജ്ഞാനാത് സദാ യുക്താ പുത്രദാരഗൃഹാദിഷു രമന്തേ വിഷയാൻ സർവാൻ അന്തേ ദുഃഖപ്രദാൻ വിഭോ. വിഭീഷണൻ പറഞ്ഞു: അല്ലയോ രാജേന്ദ്ര, രാമ, അങ്ങേക്ക് വന്ദനം. സീതയുടെ മനസ്സിന് ആനന്ദമേകുന്നവനെ, അങ്ങേക്ക് വന്ദനം. ഭീകരമായ കോദണ്ഡമേന്തിയവനായ അങ്ങേക്ക് പ്രണാമം. അനന്തനും ശാന്തനും അപാര തേജസ്സും സുഗ്രീവമിത്രവും രഘുപതിയുമായ അങ്ങേക്ക് നമസ്കാരം. ജഗത്തിൻ്റെ പിറവിക്കും അറുതിക്കും ഖേദവും മഹാത്മാവായ ത്രിലോകഗുരുവും അനാദിഗൃഹസ്ഥനുമായ അവിടത്തേക്ക് വന്ദനം. അല്ലയോ രാമ, ജഗത്തുക്കളുടെ നിലനിൽപ്പിന് മൂലവും ഒടുവിലുള്ള ലയസ്ഥാനവും അവിടുന്നാണ്. ചരാചരാത്മകമായ ഭൂതങ്ങളുടെ ഉള്ളിലും പുറമെയും വ്യാപക രൂപത്തിൽ വിശ്വാത്മാവായി നീ വിരാജിക്കുന്നു. നിന്റെ മായയാൽ വിവേകം നഷ്ടപ്പെട്ട് ആത്മനാശമടഞ്ഞ മന്ദഗതികൾ പാപപുണ്യങ്ങൾക്ക് അടിപ്പെട്ട് എക്കാലവും ചത്തും പിറന്നും കഴിഞ്ഞുകൂടുന്നു. മറ്റൊന്നിൽ പറ്റാത്ത ഏകാഗ്രമായ ചേതസ്സിൽ നിന്റെ പൊരുൾ വിരിയാതിരിക്കും വരെ മാത്രമേ ഉലകം സത്യമായി വിളങ്ങൂ, ചിപ്പിയിൽ വെള്ളി എന്നതുപോലെ. അല്ലയോ പ്രഭോ, നിന്നെ അറിയായികയാലാണ് അഴലേറുന്ന ഈ ജനങ്ങൾ ഒടുവിൽ
പുത്രഭാര്യ ഭവനാദികളിൽ ഇടവിടാതെ പറ്റിപ്പിടിച്ച് വിഷയസുഖാദികളിലെല്ലാം രമിക്കുന്നത്. ത്വം ഇന്ദ്രോ അഗ്നിർയമോ രക്ഷോ വരുണശ്ച തഥാനില കുബേരശ്ച തഥാ രുദ്രസ്ത്വം ഏവ പുരുഷോത്തമ. ത്വം അണോരണീയാം ച സ്ഥൂലാ സ്ഥൂലതര പ്രഭോ. ത്വം പിതാ സർവലോകാനാം മാതാ ധാതാ ത്വമേവ ഹി. ആദിമദ്യാന്തരഹിത പരിപൂർണേ അച്യുതോ അവ്യയ. ത്വം പാണിപാദരഹിത ചക്ഷുശ്രോത്ര വിവർജിത. ശ്രോത്താ ദ്രഷ്ടാ ഗൃഹീതാ ജപനസ്ത്വം ഖരാന്തക. കോശേഭ്യോ വ്യതിരിക്തസ്ത്വം നിർഗുണോ നിരുപാശ്രയഃ. അല്ലയോ പുരുഷോത്തമ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിർതി, വായു, അതുപോലെ കുബേരൻ ഇവരെല്ലാം നീയാകുന്നു. അപ്രകാരം രുദ്രനും നീ തന്നെ. പ്രഭോ, നീ അണുവിനേക്കാൾ അണുവും വലുതിനേക്കാൾ വലുതുമാണ്. സകല ചരാചരങ്ങളുടെയും പിതാവാണ്. അമ്മയും രക്ഷകനും നീ തന്നെ. നീ ആദിമധ്യാന്തമറ്റവനും പരിപൂർണനും നാശമില്ലാത്തവനും അവ്യയനും കൈകാലുകളില്ലാത്തവനും മിഴിയും ചെവിയും ഇല്ലാത്തവനുമാകുന്നു. അല്ലയോ ഖരാന്തക, നീയാണ് എല്ലാം. കേൾക്കുന്നവനും കാണുന്നവനും ഗ്രഹിക്കുന്നവനും നീ എത്രയോ വേഗവാൻ. പഞ്ചകോശങ്ങൾക്കപ്പുറം വർത്തിക്കുന്ന നീ നിർഗുണനും നിരാധാരനുമാണ്. നിർവികൽപ്പോ നിർവികാരോ നിരാകാരോ നിരീശ്വരഃ. ഷഡ്ഭാവരഹിതോ അനാദിപുരുഷ പ്രകൃതേപര. മായയാ ഗൃഹ്യമാണത്വം മനുഷ്യ ഇവ ഭാവ്യസേ. ജ്ഞാത്വാ ത്വാം നിർഗുണമജം വൈഷ്ണവാ മോക്ഷഗാമിനഃ. അങ്ങ് വികൽപ്പമറ്റവനും വികാരഹീനും അരൂപിയും നിരീശ്വരനും 6 ഭാവമില്ലാത്തവനും പ്രകൃതിക്ക് അതീതനുമായ അനാദിപുരുഷനാണ്. മായയുമായി സമ്പർക്കപ്പെട്ട് നീ മനുഷ്യനെപ്പോലെ ഭാവിക്കുകയാണ്. നിർഗുണനും ജന്മമില്ലാത്തവനുമായ നിന്നെ അറിഞ്ഞ് വൈഷ്ണവർ മോക്ഷഗാമികളായി ഭവിക്കുന്നു. അഹം ത്വത്പാദ സദ്ഭക്തി നിശ്രേണീം പ്രാപ്യ രാഘവ. ഇച്ഛാമി ജ്ഞാനയോഗാഖ്യം സൗദമാരോഢുമീശ്വര. നമ സീതാപദേ രാമ നമ കാരുണികോത്തമ. രാവണാരേ നമസ്തുഭ്യം ത്രാഹി മാം ഭവസാഗരാത്. അല്ലയോ ഭഗവാനേ രാമ, ഞാൻ അവിചലമായ തൃപ്പാദഭക്തിയുടെ പടവുകൾ കടന്ന് ജ്ഞാനയോഗമെന്ന മാളികയിലേറാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ സീതാപദേ രാമ, അങ്ങേക്ക് വന്ദനം. പരമകാരുണികനായ നിനക്ക് പ്രണാമം. രാവണവൈരിയായ നിനക്ക് നമസ്കാരം. എന്നെ സംസാരക്കടലിൽ നിന്നും രക്ഷിച്ചാലും. തദപ്രസന്ന പ്രോവാച ശ്രീരാമോ ഭക്തവത്സല. വരം പ്രണീഷ്വദ്രം തേ വാഞ്ചിതം വരദോസ്മ്യഹം. ഭക്തവത്സലനായ ശ്രീരാമൻ പ്രസന്നനായി പറഞ്ഞു, നിനക്ക് നന്മ വരട്ടെ. ഞാൻ വരദനാണ്. വേണ്ട വരം വരിച്ചുകൊള്ളൂ. വിഭീഷണ ഉവാച ധന്യോസ്മി കൃതകൃത്യോസ്മി കൃതകാര്യോസ്മി രാഘവ. ത്വത്പാദദർശനാദേവ വിമുക്തോസ്മി ന സംശയഃ. നാസ്തി മത്സദൃശോ ധന്യോ നാസ്തി മത്സദൃശുചി. നാസ്തി മത്സദൃശോ ലോകേ രാമ ത്വന്മൂർത്തി ദർശനാത്. വിഭീഷണൻ പറഞ്ഞു, അല്ലയോ രാഘവ, ഞാൻ ധന്യനാണ്, കൃതാർത്ഥനാണ്, ചെയ്യേണ്ടത് ചെയ്തവനാണ്. നിന്റെ പാദ ദർശനത്താൽ തന്നെ ഞാൻ മുക്തനായിരിക്കുന്നു. സംശയമില്ല. എന്നെപ്പോലെ ഒരു ധന്യനില്ല, എന്നെപ്പോലെ പരിശുദ്ധനുമില്ല. അല്ലയോ രാമ, അവിടുത്തെ തിരുവിടൽ ദർശിക്കയാൽ ലോകത്തിൽ എനിക്ക് തുല്യനായി ആരുമില്ലാതായിരിക്കുന്നു. കർമ്മബന്ധവിനാശായ ത്വജ്ഞാനം ഭക്തിലക്ഷണം. ത്വധ്യാനം പരമാർത്ഥം ജദേഹി മേ രഘുനന്ദന. നയാജേ രാമരാജേന്ദ്ര സുഖം വിഷയസംഭവം. ത്വത്പാദകമലേ സക്ത ഭക്തിർ ഏവ സദാസ്തു മേ. അല്ലയോ രാഘവ, കർമ്മബന്ധം അറ്റുപോകാൻ ഉതകുമാറ് പ്രേമലക്ഷണമായ താപകജ്ഞാനവും പരമാർത്ഥമായ ഭഗവദ്ധ്യാനവും എനിക്ക് തന്നാലും. അല്ലയോ രാജേന്ദ്രനായ രാമ, വിഷയജന്യമായ സുഖം ഞാൻ യാചിക്കുന്നില്ല. എനിക്ക്
എന്നും നിന്റെ കാൽത്താരിൽ ഇളകാത്ത ഭക്തി മാത്രം ഉണ്ടായാൽ മതി. ഓം നിത്യകുത്വാ പുനഃപ്രീതോ രാമ പ്രോവാച രാക്ഷസം ശൃണുവക്ഷ്യാമി തേ ഭദ്രം രഹസ്യം മമ നിശ്ചിതം മദ്ഭക്താനാം പ്രശാന്താനാം യോഗിനാം വീതരാഗിണാം ഹൃദയേ സീതയാ നിത്യം വസാമ്യത്ര ന സംശയഃ. വിഭീഷണനിൽ സംപ്രീതനായ രാമൻ ഓം അങ്ങനെയാകട്ടെ എന്ന് ആശീർവദിച്ച് വീണ്ടും വിഭീഷണനോട് പറഞ്ഞു, എൻ്റെ നിശ്ചിതവും ഭദ്രവുമായ തത്വം നിന്നോട് പറയാം, കേൾക്കൂ. അനാസക്തരും പ്രശാന്തരും യോഗികളുമായ എൻ്റെ ഭക്തന്മാരുടെ മനതാരിലാണ് സീതയുമായി ഞാൻ എന്നും വസിക്കുന്നത്. ഇതിൽ സംശയമില്ല. തസ്മാത്വം സർവദാ ശാന്ത സർവകൽമഷവർജിത മാം ധ്യാത്വാ മോക്ഷസേ നിത്യം ഘോരസംസാരസാഗരാത്. സ്തോത്രം ഏതത് പഠേദ്യസ്തു ലിഖേദ്യ ശൃണുയാദപി മത്പ്രീതയേ മമാഭീഷ്ടം സാരൂപ്യം സമവാപ്നുയാത്. ആകയാൽ പാപമെല്ലാം ഒഴിവാക്കി നിത്യനായി എന്നെ ശാന്തനായി നിരന്തരം നനച്ച് ഘോര സംസാര സാഗരത്തിൽ നിന്ന് നീ മോചനം നേടിക്കൊള്ളൂ. എൻ്റെ പ്രീതി ലാക്കാക്കി ഈ സ്തോത്രം ഏതൊരുവൻ പഠിക്കുമോ, ഏതൊരുവൻ എഴുതുമോ, കേൾക്കുകയെങ്കിലും ചെയ്യുമോ, അവൻ എൻ്റെ അഭിമത സാരൂപ്യം കൈവരിക്കും. ഇതുക്ത്വാ ലക്ഷ്മണം പ്രാഹ ശ്രീരാമോ ഭക്തഭക്തിമാൻ പശ്യത്വിനാദിമോഷൈവ മമ സന്ദർശനേ ഫലം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഭക്തവത്സലനായ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, എന്നെ ദർശിച്ചതിൻ്റെ ഫലം ഇവൻ ഇപ്പോൾ തന്നെ കണ്ടുകൊള്ളട്ടെ. ലങ്കാരാജ്യാഭിഷേക്ഷ്യാമി ജലമാനേ സാഗരാത് യാവത് ചന്ദ്രശ്ച സൂര്യശ്ച യാവത് തിഷ്ഠതി മേദിനി യാവൻ മമ കഥാലോകേ താവത് രാജ്യം കരോത്വസൗ ഇത്യുക്ത്വാ ലക്ഷ്മണേനാംബോ യാനായ കലശേന തം. ലങ്കാരാജ്യാധിപത്യാർത്ഥം അഭിഷേകം രമാപതി കാരയാമാസ സചിവൈർലക്ഷ്മണേന വിശേഷത. ലങ്കാരാജ്യത്തിലെ രാജാവായി ഇവനെ ഞാൻ വാഴിക്കുകയാണ്. സാഗരത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. സൂര്യചന്ദ്രന്മാർ എന്നുവരെ ഉണ്ടായിരിക്കുമോ, എന്നുവരെ ഭൂമി നിലനിൽക്കുമോ, ലോകത്ത് എന്നുവരെ എൻ്റെ കഥ നിന്നു പോരുമോ, അന്നുവരെ ഇവൻ നാടുവാഴട്ടെ. ഇത്രയും പറഞ്ഞതിന് ശേഷം ലക്ഷ്മണനെ കൊണ്ട് കലശത്തിൽ ജലം കൊണ്ടുവരികയും മന്ത്രിമാരെ കൊണ്ടും വിശിഷ്യ ലക്ഷ്മണനെ കൊണ്ടും അവനെ രാമൻ ലങ്കാരാജ്യത്തിൻ്റെ അധീശത്വമാളുന്നതിനായി അഭിഷേചിക്കുകയും ചെയ്തു. സാധു സാത്വിദിതേ സർവേ വാനരാസ്തുഷ്ടുർഭൃശം സുഗ്രീവോ വിപരിഷ്വജ്യ വിഭീഷണമതാബ്രവീത്. വിഭീഷണ വയം സർവേ രാമസ്യ പരമാത്മനഃ കിങ്കരാസ്തത്ര മുഖ്യസ്ത്വം ഭക്ത്യാ രാമപരിഗ്രഹാത്. രാവണസ്യ വിനാശേ ത്വം സാഹായം കർത്തുമർഹസി. നന്ന് എന്ന് ആ വാനരെല്ലാം സ്തുതിച്ചു. പിന്നെ സുഗ്രീവനും വിഭീഷണനെ ആലിംഗനം ചെയ്ത് അറിയിക്കുകയുണ്ടായി, അല്ലയോ വിഭീഷണ, നാം എല്ലാം പരമപുരുഷനായ രാമൻ്റെ കിങ്കരന്മാരാണല്ലോ. ഭക്തിപൂർവ്വം രാമനെ പരിഗ്രഹിക്കുക മൂലം നീയാണ് ഞങ്ങളിൽ മുഖ്യൻ. രാവണന്റെ വിനാശത്തിനും നീ തുണ ചെയ്യുമാറാകണം. വിഭീഷണ ഉവാച അഹം കിയാൻ സഹായത്വേ രാമസ്യ പരമാത്മന കിന്തു ദാസ്യം കരിഷ്യേഹം ഭക്ത്യാ ശക്ത്യാ ഹ്യമായയാ ദശഗ്രീവേണ സന്ദിഷ്ട ശുഗോണാമ മഹാസുര സംസ്ഥിതോ ഹ്യംബരേ വാക്യം സുഗ്രീവം ഇദം അബ്രവീത്. വിഭീഷണൻ പറഞ്ഞു, രാമപരമാത്മാവിന് സഹായമേകാൻ ഞാൻ എങ്ങനെയാണ് കഴിവുറ്റവനാവുക? എങ്കിലും അകളങ്കമായ പ്രേമത്തോടെ യഥാശക്തി ഞാൻ ദാസ്യം ആചരിച്ചുകൊള്ളാം. രാവണന്റെ സന്ദേശവാഹകനായ സുഗ്രീവൻ എന്ന മഹാരാക്ഷസൻ മാനത്ത് നിന്നുകൊണ്ട് തത്സമയം സുഗ്രീവനെ ഇപ്രകാരം അറിയിച്ചു. ത്വാമാഹ രാവണോ രാജാ ഭ്രാതരം രാക്ഷസാധിപ മഹാകുലപ്രസൂതത്വം രാജാസി വനചാരിണാം മമ ഭ്രാതൃസമാനസ്ത്വം തവ നാസ്ത്യർത്ഥ വിപ്ലവ അഹം യദഹരം ഭാര്യാം രാജപുത്രസ്യ കിം തവ.
കിഷ്കിന്താം യാഹി ഹരിബേർലങ്കാശക്യാ നദൈവതൈ പ്രാപ്തും കിം മാനവൈർ അല്പസത്വൈർ വാനരയൂഥവൈ തം പ്രാപയന്തം വചനം തോർണമുത്പ്ലുത്യ വാനരാഹ പ്രാപത്യന്ത തഥാ ക്ഷിപ്രം നിഹന്തും ദൃഢമുഷ്ടിഭി. രാക്ഷസാധിപനും രാജാവുമായ രാവണൻ സഹോദരനായി നിന്നെ അറിയിക്കുകയാണ്, നീ ഉന്നതകുലത്തിൽ പിറന്നവനാണല്ലോ. വനചരരുടെ രാജാവായ നീ എനിക്ക് സഹോദര തുല്യനാണ്. യാതൊരു താല്പര്യഹാനിയും ഞാൻ മൂലം നിനക്കുണ്ടാകില്ല. രാജകുമാരൻ്റെ പത്നിയെ ഞാൻ അപഹരിച്ചെങ്കിൽ നിനക്കെന്ത്? കവികളുമായി കിഷ്കിന്ധയ്ക്ക് മടങ്ങുക. ദേവതകളാൽ പോലും ലങ്ക കീഴടക്കാനാവില്ല. യാതൊരു കൽപ്പമില്ലാത്ത മനുഷ്യന്മാരാലും വാനര പ്രമുഖരാലും പിന്നെ എങ്ങനെയാണ് അത് സാധിക്കുക? ഇപ്രകാരം സന്ദേശം പറഞ്ഞ ശുകനെ ദൃഢമുഷ്ടികളാൽ ഇടിച്ചു കൊല്ലാൻ വാനരർ തൽക്ഷണം മേലോട്ട് ചാടി അവനെ പിടികൂടി. വാനരേ ഹന്യമാനസ്തു ശുകോ രാമമധാബ്രവീത് നദൂതാൻ ഘ്നന്തി രാജേന്ദ്ര വാനരാൻ വാരയ പ്രഭോ. വാനരന്മാരാൽ മർദ്ദിക്കപ്പെടുന്ന ശുകനാകട്ടെ രാമനോട് അപേക്ഷിച്ചു, അല്ലയോ രാജേന്ദ്ര, ദൂതന്മാരെ ആരും കൊല്ലാറില്ല. പ്രഭോ, വാനരന്മാരെ തടയണേ. രാമ ശ്രുത്വാ തഥാ വാക്യം ശുകസ്യ പരിദേവിതം മാ വധിഷ്ഠേതി രാമസ്താൻ വാരയാമാസ വാനരാൻ. പുനരംബരമാസാദ്യ ശുക സുഗ്രീവമബ്രവീത് ബൃഹിരാജൻ ദശഗ്രീവം കിം ഭക്ഷ്യാമി വ്രജാമ്യഹം. ശുകന്റെ വിലാപവചനം കേട്ട് ദയ തോന്നിയ രാമൻ അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ആ വാനരരെ അന്നേരം തന്നെ വിലക്കി. വീണ്ടും ആകാശ മാർഗത്തിലെത്തിയ ശുകൻ സുഗ്രീവനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ പോവുകയാണ്. രാവണനോട് എന്താണ് പറയേണ്ടത്? അരുളി ചെയ്താലും. സുഗ്രീവ ഉവാച യഥാ ബാലീ മമ ഭ്രാതാ തഥാ ത്വം രാക്ഷസാദമ ഹന്തവ്യത്വം മയാ യജ്ഞാത് സപുത്ര ബലവാനഃ ബ്രൂഹി മേ രാമചന്ദ്രസ്യ ഭാര്യാം ഹൃത്വാ ക്വയാസ്യസി തതോ രാമാജ്ഞയാ ധൃത്വാ ശുകം ബദ്ധ്വാൻ അരക്ഷയത്. സുഗ്രീവൻ പറഞ്ഞു, രാവണനോട് നീ പറയൂ, ഹേ രാക്ഷസാദമാ, എൻ്റെ സഹോദരനായ ബാലി ഏതു വിധമാണോ അതുപോലെ നീയും പുത്രസേനാവാഹനസഹിതം എന്നാൽ കൊല്ലപ്പെടേണ്ടവനാണ്. എൻ്റെ സ്വാമിയായ രാമചന്ദ്രൻ്റെ പത്നിയെ അപഹരിച്ചിട്ട് എവിടെ പോകാനാണ് നീ? അനന്തരം രാമാജ്ഞപ്രകാരം സുഗ്രീവൻ ശുകനെ പിടിച്ചുകെട്ടി കാത്ത് സൂക്ഷിച്ചു. ശാർദൂലോപിതത പൂർവം ദൃഷ്ട്വാ കപിബലം മഹത് യഥാവത് കഥയാമാസ രാവണായ സ രാക്ഷസ ദീർഘചിന്താപുരോ ഭൂത്വാ നിശ്വാസന്നാസമന്ദിരേ തത് സമുദ്രമാവേക്ഷ്യ രാമോ രക്താന്തലോചന പശ്യ ലക്ഷ്മണദുഷ്ടോസൗ വാരിധിർമാമുപാഗതം നാഭിനന്ദി ദുഷ്ടാത്മാ ദർശനാർത്ഥം മമാനഖ. അതിനു മുമ്പ് തന്നെ ശാർദൂലൻ വിപുലമായ വാനരവാഹിനിയെ കാണുകയും രാവണന് ശരിയായ വിവരം നൽകുകയും ചെയ്തിരുന്നു. ആ രാക്ഷസൻ ദീർഘചിന്തയിൽ മുഴുകി നെടുവീർപ്പൊട്ടുകൊണ്ട് സ്വഭവനത്തിൽ കഴിഞ്ഞുകൂടി. കോപത്താൽ മിഴുതുടുത്ത രാമൻ സാഗരത്തെ നോക്കി ലക്ഷ്മണനോട് പറഞ്ഞു, വിശുദ്ധനായ ലക്ഷ്മണ, നോക്കിയാലും ഈ സാഗരം എത്ര ദുഷ്ടനാണ്. അരികിലണഞ്ഞ എന്നെ ഈ ദുരാത്മാവ് അഭിവാദനം ചെയ്യുന്നില്ല, എന്നെ ദർശിക്കാൻ വരുന്നതുമില്ല. ജാനാതിമാനുഷോയം മേ കിം കരിഷ്യതി വാനരൈ അദ്യ പശ്യ മഹാബാഹോ ശോഷയിഷ്യാമി വാരിധിം പാദേനൈവ ഗമിഷ്യന്തി വാനരാ വിഗതജ്വരാഃ ഇത്യുക്ത്വാ ക്രോധതാം രാക്ഷ ആരോപിത ധനുർധര. തൂണീരാത് ബാണമാദായ കാലാഗ്നിസദൃശപ്രഭം സന്ധായ ചാപമാകൃഷ്യ രാമോ വാക്യം അധ അബ്രവീത്. ഇവൻ വിചാരിക്കുന്നുണ്ടാവും, ഈ മനുഷ്യൻ കുരകന്മാരെയും കൂട്ടി എന്നോട് എന്ത് കാട്ടാനാണ്. മഹാബാഹു, കണ്ടുകൊള്ളൂ, ഈ വാരിധിയെ ഞാൻ വരുതിയിലാക്കും. പേടികൂടാതെ ഈ വാനരർ കാൽനടയായി തന്നെ അക്കരെ എത്തും. കോപത്താൽ മിഴിഞ്ഞു വന്ന രാമൻ വില്ലുകുലച്ച്
ഇത്രയും അരളിയിട്ട് കാലാഗ്നിയെപ്പോലെ കാളുന്ന ഒരു ബാണം ആവനാഴിയിൽ നിന്നെടുത്ത് തൊടുത്തു. വില്ല് വലിക്കുകയും പിന്നീട് ഈ വാക്യം ഉദ്ഘോഷിക്കുകയും ചെയ്തു: പശ്യന്തു സർവഭൂതാനി രാമസ്യ ശരവിക്രമം ഇദാനീം ഭസ്മസാത് കുര്യാം സമുദ്രം സരിതാം പതിം. എല്ലാ ജീവജാലങ്ങളും രാമന്റെ ശരവരാക്രമം കണ്ടുകൊള്ളട്ടെ. ഇപ്പോൾ തന്നെ നദീപതിയായ സാഗരത്തെ ഞാൻ ഭസ്മമാക്കും. ഏവം ബ്രുവതി രാമേതു സശൈലവനകാനന സചാല വസുധാദ്യശ്ച ദിശച്ഛ തമസാവൃത. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മലയും കാടും സഹിതം ഭൂമി വിറച്ചു. ആകാശങ്ങളും ദിക്കുകളും ഇരുളിൽ മുങ്ങി. ചുക്ഷുബേ സാഗരോ വേലാംഭയാദിയോജനമത്യഗാത് തിമിനക്രചഷാമീന പ്രതപ്താപരിതത്രസു. കടൽ ക്ഷോഭിച്ചു. ഭീതി മൂലം തീരത്തേക്ക് ഒരു യോജന കടന്നു കയറി. തിമിംഗലം, മുതലാസ, മത്സ്യങ്ങൾ, ചെറുമീനുകൾ ഇവയെല്ലാം കിടിലം കൊണ്ടു. ഏതസ്മിന്നന്തരേ സാക്ഷാത് സാഗരോ ദിവ്യരൂപദൃക് ദിവ്യാഭരണ സമ്പന്ന സ്വഭാസാഭാസയൻ ദിശ സ്വാന്തസ്ഥദിവ്യരത്നാനി കരാഭ്യാം പരിഗൃഹ്യ സ പാദയോ പൂരദക്ഷിപ്ത്വാ രാമസ്യോപായനം ബഹു ദണ്ഡവത് പ്രണിപത്യാഹ രാമം രക്താന്തലോചനം ത്രാഹി ത്രാഹി ജഗന്നാഥ രാമ ത്രൈലോക്യരക്ഷക. ഇതിനിടയിൽ ദിവ്യരൂപധരനും ദിവ്യാഭരണഭൂഷിതനുമായ സാക്ഷാൽ വരുണൻ സ്വന്തം കാന്തിയാൽ 10 ദിക്കും പ്രകാശമാനമാക്കിക്കൊണ്ട് അവിടെ എത്തി. തൻ്റെ ഉള്ളിലുള്ള ദിവ്യരത്നങ്ങൾ കൈകളിലേന്തി വന്ന സാഗരം ധാരാളം ഉപഹാരങ്ങൾ രാമൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. കടമിഴി തൊടുത്ത രാമനോട് അഭ്യർത്ഥിച്ചു: ത്രിഭുവനരക്ഷകനായ ജഗന്നാഥ ശ്രീരാമ, എന്നെ പാലിച്ചാലും രക്ഷിച്ചാലും. ജഡോഹം രാമതേ സൃഷ്ട സൃജദാനിഖിലം ജഗത് സ്വഭാവമന്യഥാകർത്തും കശക്തോ ദേവനിർമ്മിതം സ്ഥൂലാനി പഞ്ചഭൂതാനി ജഡാന്യേവ സ്വഭാവത സൃഷ്ടാനി ഭവതൈതാനി ത്വത് ആജ്ഞാം ലംഘയന്തിന. അല്ലയോ രാമ, അഖില ജഗത്തും നിർമ്മിച്ച നീ എന്നെ ജഡനായാണ് സൃഷ്ടിച്ചത്. ദൈവദത്തമായ സ്വഭാവം മറച്ചാക്കാൻ ആരാണ് ശക്തൻ? സ്ഥൂലങ്ങളായ പഞ്ചഭൂതങ്ങളെ സ്വഭാവേന ജഡങ്ങളായാണ് അങ്ങ് രചിച്ചത് തന്നെ. ഇവ നിന്റെ ആജ്ഞ ലംഘിക്കുകയില്ല. അല്ലയോ രാമ, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉളവാകുന്നു. വസ്തുക്കൾ സ്വകാരണ ഗുണങ്ങളെ അനുവർത്തിക്കിയാൽ അവയ്ക്ക് താമസയിടത്വം സ്വതവേ സിദ്ധം. നിർഗുണസ്ത്വം നിരാകാരോ യഥാമായ ഗുണാൻ പ്രഭോ ലീലയാ അംഗീകരോഷിത്വം തഥാ വൈരാജനാമവാൻ ഗുണാത്മനോ വിരാജശ്ചത്വാദ്ദേവാ ബഭൂവിരേ രജോ ഗുണാത് പ്രജേശാദ്യ മന്യോർഭൂതപതിസ്തവ. അല്ലയോ പ്രഭോ, നിർഗുണനും നിരാകാരനുമായ നീ ലീലയാൽ എപ്പോൾ മായാഗുണങ്ങളെ അംഗീകരിക്കുന്നുവോ അപ്പോൾ വിരാജ് എന്ന പേരുള്ളവനായി ഭവിക്കുന്നു. ഗുണമയനായ വിരാട്ടിൻ്റെ സാത്വികാംശത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. നിന്റെ രജോ ഗുണത്തിൽ നിന്ന് പ്രജാപതി മുതലായവരും തപോ ഗുണത്തിൽ നിന്ന് രുദ്രനും ജനിച്ചു. ത്വാമഹം മായയാച്ഛന്നം ലീലയാ മാനുഷാകൃതിം ജഡബുദ്ധിർജഡോ മൂർഖ കഥം ജാനാമി ദുർഗുണം ദണ്ഡ ഏവ ഹി മൂർഖാണാം സന്മാർഗപ്രാപക പ്രഭോ ഭൂതാനാം അമരശ്രേഷ്ഠ പശൂണാം ലഘുടോ യഥാ ശരണം തേ വ്രജാമീശം ശരണ്യം ഭക്തവത്സല അഭയം ദേഹി മേ രാമ ലങ്കാമാർഗം ദദാമി തേ. ലീലയായി മായയാൽ മറഞ്ഞ് മാനവരൂപം പൂണ്ട നിർഗുണനായ നിന്നെ മന്ദമതിയും ജഡനും മഠേനുമായ ഞാൻ എങ്ങനെ അറിയും? അല്ലയോ പ്രഭോ, അമരശ്രേഷ്ഠ, മൃഗങ്ങളെ വടിയെന്ന പോലെ വകതിരിവില്ലാത്ത ജന്തുക്കളെ നേർവഴി നടത്തുന്നത് ദണ്ഡനീതി തന്നെ. ഭക്തവത്സലനായ രാമ, ശരണീയനും ഈശ്വരനുമായ നിന്നെ ശരണം പ്രാപിക്കുകയാണ് ഞാൻ. എനിക്ക് അഭയം തന്നാലും അങ്ങേക്ക് ലങ്കയിലെത്താൻ മാർഗം തന്നുകൊള്ളാം. ശ്രീരാമ ഉവാച അമോഘോയം മഹാബാണ കസ്മിൻ ദേശേ നിപാത്യതാം
ലക്ഷ്യം ദർശയ മേ ശീഘ്രം ബാണസ്യാമോഘപാതിത രാമസ്യ വചനം ശ്രുത്വാ കരേ ദൃഷ്ട്വാ മഹാശരം മഹോദതിർമഹാതേജ രാഘവം വാക്യമബ്രവീത്. ശ്രീരാമൻ പറഞ്ഞു, ഈ മഹാബാണം വിഫലമാകുന്നതല്ല. ഏത് സ്ഥലത്താണ് ഇത് വീഴ്ത്തപ്പെടുക? വിഫലമായി വീഴാത്ത എൻ്റെ ബാണത്തിന് വേഗം ലക്ഷ്യം കാട്ടിത്തരൂ. രാമൻ്റെ കയ്യിൽ മഹാശരം കാണുകയും അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്ത മഹാതേജസ്വിയായ മഹാസാഗരം രാഘവനോട് ഇപ്രകാരം പറഞ്ഞു. രാമോ ഉത്തരപ്രദേശേതു ദ്രുമകുല്യ ഇതി ശ്രുത പ്രദേശസ്തത്ര ബഹവ പാപാത്മാനോ ദിവാനിശം ബാധന്തേ മാം രഘുശ്രേഷ്ഠ തത്രത്തെ പാത്യതാം ശര രാമേണ സൃഷ്ടോ ബാണസ്തു ക്ഷണാദാഭീരമണ്ഡലം ഹത്വാ പുനഃസമാഗത്യ തൂണീരേ പൂർവസ്ഥിത തതോ അബ്രവീത് രഘുശ്രേഷ്ഠാം സാഗരോ വിനയാണ്ണിതഃ. അല്ലയോ രാമ, വടക്കേ ദിക്കിൽ ദ്രുമകുല്യമെന്ന് കേൾവി കേട്ട ഒരു സ്ഥലമുണ്ട്. അവിടെയുള്ള ഒട്ടേറെ പാപികൾ എന്നെ രാപ്പകൽ പീഡിപ്പിക്കുന്നു. രഘുവര, അവിടേക്ക് നിന്റെ ശരം ഏതുകൊള്ളുക. രാമനാൽ എയ്യപ്പെട്ട ബാണമാകട്ടെ സത്വരം ആഭീരവർഗത്തെ മുടിച്ചിട്ട് മടങ്ങിയെത്തി ആവനാഴിയിൽ പഴയതുപോലെ സ്ഥിതി ചെയ്തു. അലയാഴി പിന്നെ താഴ്മയോടെ രഘുവരനെ അറിയിക്കേണ്ടായി. നളസേതും കരോസ്ത്വസ്മിൻ ജലേ മേ വിശ്വകർമ്മണ സുതോ ധീമാൻ സമർത്ഥോസ്മിൻ കാര്യേ ലബ്ധവരോ ഹരി കീർത്തിം ജാനന്തു തേ ലോകാ സർവലോകമലാപഹാം ഇത്യുക്ത്വാ രാഘവണ്ണത്വാ യയൗ സിന്ധുരദൃശ്യതാം. എൻ്റെ ഈ ജലത്തിൽ വിശ്വകർമാവിൻ്റെ പുത്രനും ബുദ്ധിമാനുമായ നളൻ ചിറകെട്ടട്ടെ. വരം നേടിയ ആ വാനരൻ ഇക്കാര്യത്തിൽ സമർത്ഥനാണ്. ഉലകങ്ങളുടെയെല്ലാം പാപമകറ്റുന്ന നിന്റെ യശസ് ലോകരറിയട്ടെ. ഇത്രയും ചൊല്ലി രാമനെ വണങ്ങിയിട്ട് സാഗരൻ അദൃശ്യനായി. തതോ രാമസ്തു സുഗ്രീവലക്ഷ്മണാഭ്യാം സമന്വിത നളം ആജ്ഞാപയത് ശീഘ്രം വാനരൈ സേതുബന്ധനേ. അനന്തരം സുഗ്രീവലക്ഷ്മണ സമേതനായ രാമൻ വാനരന്മാരെ കൊണ്ട് ക്ഷിപ്രം ചിറകട്ടിക്കാൻ നളനോട് ആജ്ഞാപിച്ചു. തതോ ദിഹൃഷ്ടപ്ലവകേന്ദ്രയൂഥപൈർ മഹാനഗേന്ദ്ര പ്രതിമൈർയുധോ നള ബബന്ധസേതും ശതയോജനായതം സുവിസ്തൃതം പർവ്വതപാദപൈദൃഢം. വലിയ പർവ്വതസമാനന്മാരായ വാനരത്തലവന്മാരോടൊത്ത് നളൻ പിന്നെ മലയും പാറയും മരങ്ങളും ഉപയോഗിച്ച് ഉത്സാഹപൂർവം ഉറപ്പേറിയ 100 യോജന നീളമുള്ള സുവിസ്തൃതമായ ചിറ കെട്ടുകയുണ്ടായി. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 3ാ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.